നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എംബ്രോയ്ഡറി ഹൂപ്പാണ്. എംബ്രോയ്ഡറി ഹൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന മെയിൻ ടൂളാണിത്. നമ്മൾക്ക് ഈ ടൂളിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിയുമ്പം ഇതിനകത്തുള്ള ഫ്രെയിം, അകത്തുള്ള ഇത് പുറത്തോട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിനകത്തുള്ള ഇതുണ്ടല്ലോ, ഈ കവർ ചെയ്ത് വരുന്ന ഈ ലൂപ്പൊന്നും വരാത്ത, അതായത് സ്ക്രൂ ഒന്നും വരാത്ത ഈ പീസിൽ നമ്മൾ ഒരു തുണി ഉപയോഗിച്ച് നല്ല നീളത്തിൽ തുണി എടുക്കണം. നീളത്തിലുള്ള ഒരു തുണി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിനെ കവർ ചെയ്യണം. ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റി ഇതിനെ കവർ ചെയ്ത് ചുറ്റി കവർ ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹൂപ്പില്ലേ, ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയ അറ്റത്തൊക്കെ ഇങ്ങനെ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിനൊരു ബലം കൊടുക്കാൻ വേണ്ടിയും, പിന്നെ നമ്മൾ ഇടുന്ന ഫാബ്രിക്കിൽ ഒന്നും ഫാബ്രിക്കിനും ഒരു ഇതായിട്ട് ക്ലോത്തിനൊക്കെ സിൽക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഇടുമ്പോഴത്തേനും ചിലപ്പം അത് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ടൈറ്റായിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ തുണി ഇതിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഇതിന് ഫുള്ളും ചുറ്റി കൊടുത്ത് നമ്മൾ അതിനെ കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കും. നമ്മളിപ്പം ഇവിടെ നമ്മൾ ഈ ഫാബ്രിക്ക് വെച്ചിട്ട് നമ്മളിതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫാബ്രിക്കിൽ ആദ്യം നമ്മൾ ഒരു ഹൂപ്പ് എടുക്കും. ഇതിൻ്റെ അകത്തെ ഭാഗം എടുത്ത് അത് ഇവിടെ താഴെ വെച്ചതിന് ശേഷം, ഇതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം ഫാബ്രിക് അതിൻ്റെ മുകളിലോട്ടിടും. ഫാബ്രിക് മുകളിലോട്ടിട്ടതിന് ശേഷം നമ്മുടെ സ്ക്രൂ വരുന്ന ഭാഗം ഉണ്ടല്ലോ, സ്ക്രൂ വരുന്ന ആ റിങ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വയ്ക്കും. ആ സ്ക്രൂ വരുന്ന ഭാഗം അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. ഈ ഫാബ്രിക്കിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. വലിച്ച് എല്ലാ ഭാഗവും നല്ല ടൈറ്റായിട്ട് വലിച്ച് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം വീണ്ടും നല്ല ഫാബ്രിക് നന്നായിട്ട് വലിച്ച് നല്ല ബലത്തിൽ നല്ല ടൈറ്റായിട്ട് വലിച്ച് നമ്മൾ ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ അകഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ അകഭാഗം ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കണ്ടോ, നല്ല ക്ലിയറായിട്ട് നല്ല വൃത്തിക്ക് വലിച്ച് ടൈറ്റ് ചെയ്യണം. നമ്മളിതിപ്പോൾ ടൈറ്റ് ആയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ടൈറ്റ് ചെയ്ത ഈ ഹൂപ്പിനെ, ഫാബ്രിക് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത ഈ ഹൂപ്പിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് തട്ടി ഇങ്ങനെ നോക്കണം. കണ്ടോ, ഇങ്ങനെ തട്ടുമ്പോൾ ഇതിനകത്തൊരു സൗണ്ട് കേൾക്കും. അപ്പം ഇത് നന്നായിട്ട് ടൈറ്റായെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എല്ലാവരും ഹൂപ്പിങ്ങിനെ നല്ല ടൈറ്റിൽ പിടിച്ച് വർക്ക് ചെയ്യാൻ നേരത്തും നല്ല ടൈറ്റായിട്ട്, ഇതാണ് നമ്മളിങ്ങനെയാണ് ഇതിൽ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ.